ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു എഫ്എക്സ് സ്റ്റോക്സ് അനദർ വീഡിയോ. കുറച്ച് ദിവസങ്ങളിലായിട്ട് എനിക്ക് പ്രോപ്പറായിട്ട് ലൈവോ കാര്യങ്ങളോ ഒന്നും ഇടാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾ ഈ ഒരു ചാനലിലേക്ക് ഫസ്റ്റ് ടൈം ആണ് എങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഫോറക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് ആരും കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകുക. പ്രോഫോംസ്, ബ്രോക്കേഴ്സ്, ടാക്സ്, ഈ കാര്യങ്ങളെ കുറിച്ച് എല്ലാം നമ്മൾ സംസാരിക്കുന്നുണ്ടാവും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ വീക്കിൽ ഞാൻ എടുത്തിട്ടുള്ള ട്രേഡ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ നമുക്ക് ലൈവോ കാര്യങ്ങളൊന്നും വരാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ദിവസമായിട്ട് ഒരു ഓൾമോസ്റ്റ് കഴിഞ്ഞ ശനിയാഴ്ച തുടങ്ങിയിട്ട് ഈ ഒരു വെള്ളിയാഴ്ച ഒരു പനിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ലൈവോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോ ആ ഒരു ടൈം എടുത്തുള്ള ട്രേഡ്സും കാര്യങ്ങളും നമ്മൾ നോക്കുന്നുണ്ടാവും. അതേപോലെ നമ്മൾ റീസെന്റ് എക്സയില് കുറച്ച് ട്രേഡ്സും കാര്യങ്ങളെല്ലാം പുഷ് ചെയ്യുന്ന ട്രേഡ്സും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. ഫസ്റ്റ് ടൈമാണ് ഞാൻ എക്സയിലേക്ക് വന്നിട്ട് ഇങ്ങനെ അഗ്രസീവ് ആയിട്ട് ട്രേഡും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് നല്ലൊരു എമൗണ്ടും കാര്യങ്ങളെല്ലാം മേക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് ടെലഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യലാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എടുത്ത ട്രേഡ്സും അതേപോലെ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ടുള്ള ഒരു ടെലഗ്രാം കമ്മ്യൂണിറ്റിയാണ്. ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾ എന്തായാലും ജോയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പൊ നമുക്ക് യൂറോയിൽ എടുത്തിട്ടുള്ള ട്രേഡ്സ് ഫസ്റ്റ് നോക്കാം. അതിനുശേഷം നമുക്ക് എക്സയിൽ എടുത്തുള്ള ട്രേഡ്സും കാര്യങ്ങളും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ യൂറോയില് ഈ ഒരു വീക്ക് നോക്കലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് രണ്ട് ടേക്ക് പ്രോഫിറ്റ് ആണ് ഉള്ളത്. അതേപോലെ തന്നെ ബ്രേക്ക് ഈവൻ 1, SL 1, രണ്ട് പ്രോഫിറ്റബിൾ ട്രേഡ്സ്, ഒരു കോസ്റ്റ് ടു കോസ്റ്റ് വന്നിട്ടുള്ള ഒരു ട്രേഡ് ഉണ്ട്. അത് ഓൾമോസ്റ്റ് TP-യിലേക്ക് പോകേണ്ടായിരുന്നു, ജസ്റ്റ് മിസ്സിലായിരുന്ന റിവേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു SL ട്രേഡ് ഉണ്ട്. എക്സയിലേക്ക് നോക്കലാണെങ്കിൽ 3 ടാർഗറ്റ് അടിച്ചിട്ടുള്ള ട്രേഡുകൾ ഉണ്ട്. ഒരു ബ്രേക്ക് ഈവൻ ട്രേഡ് ആണുള്ളത്, ഒരു SL ട്രേഡ് ആണുള്ളത്. അത്യാവശ്യം നല്ല വിൻ റേറ്റ്, നല്ല ട്രേഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എക്സിക്യൂഷൻസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇവിടെ ഒരു സെല്ലുണ്ട്, ഇവിടെ ഒരു സെല്ലുണ്ട്, പ്രോഫിറ്റ് ബുക്ക്ഡ്. ഇവിടെ ഒരു സെല്ല് ചെയ്തു, പ്രോഫിറ്റിലേക്ക് പോയതാണ്, പക്ഷെ റിവേഴ്സിൽ വന്ന് ബ്രേക്ക് ചെയ്യാൻ അടിച്ചു. സെക്കൻഡ് ട്രേഡ് ഇവിടുന്ന് നമ്മൾ പുഷ് ചെയ്തു, ഇവിടെ കൊടുത്ത് മാറിയിട്ടുണ്ട്. തേർഡ് ഇവിടുന്ന് ഒരു ബൈ എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇവിടുന്ന് ഒരു SL പോകാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 1, 2, 3, 4, 5 ട്രേഡുകളാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ 5 ട്രേഡിൽ നമുക്ക് 3 പ്രോഫിറ്റും 1 ബ്രേക്ക് ഈവൻ 1 SL ആണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് യൂറോയിലേക്ക് പോയിട്ട് ആ ഒരു അനാലിസും കാര്യങ്ങളും ബേസിക് ആയിട്ട് എവിടെ നിന്നാണ് എടുത്തത്, എവിടെയാണ് എക്സിറ്റ് ചെയ്തത് ഒരു ഐഡിയയും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് പോയിട്ട് പർച്ചേസും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇത് നമ്മുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. നമ്മൾ ഫ്യൂച്ചേഴ്സിന്റെ കാര്യം ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എക്സയിൽ ഇപ്പോൾ എടുക്കുന്ന സ്ട്രാറ്റജീസ് കാര്യങ്ങളൊക്കെ ഇതിൽ വന്ന് അപ്ഡേറ്റും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് 2,999 ആയിരിക്കും കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകുക. നിങ്ങൾക്ക് ഒരു ഓഫറും കാര്യങ്ങളും ഞാൻ കൊണ്ടുവരുന്നുണ്ട്. അതായത് നമ്മുടെ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്ത സമയത്ത് ഓഫർ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡിൽ നമ്മൾ ആപ്ലിക്കേഷന് കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും അതേപോലെ തന്നെ വീഡിയോസും കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അടുത്ത അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. നെക്സ്റ്റ് തിങ്, നമുക്ക് അവിടെ ഒരു കൂപ്പൺ കോഡ് അടിക്കലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2,999 എന്നുള്ളത് 1,999 നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓൾമോസ്റ്റ് ഞാൻ ഈ ഒരു വീഡിയോ കണ്ടുവരുന്ന എല്ലാ ആൾക്കാർക്കും ആ ഒരു ഓഫറും കാര്യങ്ങളും കൊടുക്കുന്നുണ്ടാവും. അല്ലാതെ വരുന്ന ആൾക്കാരാണെങ്കിൽ ഓഫറും കാര്യങ്ങളും കിട്ടുന്നുണ്ടാവില്ല. നെക്സ്റ്റ് തിങ്, ലൂട്ട് 1000 എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ആ ഒരു ഓഫർ കോഡ് ഉണ്ടാകുക. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, അവിടെ പോയിട്ട് നിങ്ങൾക്ക് പർച്ചേസും കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഞാൻ എന്തായാലും കോഴ്സിന്റെ പ്രൈസും കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യണം എന്നുള്ള മൈൻഡ് സെറ്റ് ഉണ്ട്, ആഡ് ഓൺ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു യൂറോയുടെ ബാക്കിയുള്ള ട്രേഡ്സും കാര്യങ്ങളും നമുക്ക് നോക്കാം. ഫസ്റ്റ് മൺഡേ എടുത്ത ട്രേഡ്സ് ആണ്. ഇവിടെ ബൈ സൈഡിലും കൊടുക്കി എടുത്തിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെന്റ് കിട്ടിയിട്ടുണ്ട്, റിട്രേസ്മെന്റ് വന്നിട്ടുണ്ട്. നമ്മൾ എൻട്രി ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും എടുത്ത് 1:2 ട്രേഡ് ആണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ട്രേഡ്സ് എല്ലാം നമ്മൾ ടെലഗ്രാമിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ കൊടുത്ത് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, എൻട്രീസിന്റെ ഐഡിയാസും കാര്യങ്ങളെല്ലാം ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് അവിടെ പോയിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഒരു 1:2 ട്രേഡ് ആയിരുന്നു. സെക്കൻഡ് ട്രേഡ് നമ്മൾ ചൊവ്വാഴ്ച എടുത്തിട്ടുണ്ടായിരുന്ന ട്രേഡ് ആയിരുന്നു. ഇവിടെ നോക്കലാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് സിമിലർ ഒരു കണ്ടിന്യൂഷൻ മോഡൽ ഡിസ്പ്ലേസ്മെന്റ് ശേഷം എടുത്തൊരു ട്രേഡ് ആണ്. ഇവിടെ നമുക്ക് ഓൾമോസ്റ്റ് 1:2 പോയി, പക്ഷേ പ്രോഫിറ്റ് എത്തുന്നതിന് മുമ്പ് വൺ സൈഡ് മൊമെന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് റിവേഴ്സൽ കിട്ടുന്ന വെച്ചാൽ പക്ഷേ പ്രൈസ് കണ്ടിന്യൂസ്ലി അപ് സൈഡിലേക്ക് പോയി ബ്രേക്ക് ചെയ്യാൻ എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു റിഗ്രറ്റ് ആയിരുന്ന ഒരു ട്രേഡ് തന്നെ ആയിരുന്നു. പക്ഷേ എങ്കിലും നമ്മൾ ആ സിസ്റ്റം ഫോളോ അപ്പ് ചെയ്തു മാറി നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ആ ഒരു തേർഡ് ട്രേഡ് വന്നിട്ടുണ്ടായിരുന്ന ഒരു SL ട്രേഡ് ആയിരുന്നു. നമ്മളൊരു ബൈയിങ്ങിലേക്ക് പോയി, അത് SL-ലേക്ക് പോയിട്ടുണ്ടായിരുന്ന ട്രേഡ് ആയിരുന്നു. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, ഞാൻ സിസ്റ്റമാറ്റിക് ആയിട്ട് ഡെയിലി 1 ട്രേഡ് ആ രീതിയിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ടാകുക. നിങ്ങൾക്ക് ലൈവിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും ആ രീതിയിൽ തന്നെയായിരിക്കും കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകുക. ഫോർത്ത് ട്രേഡ് നമ്മുടെ ഈ ഒരു ഏരിയാസിൽ എടുത്ത ട്രേഡ് ആയിരുന്നു. ഈ ഒരു ഏരിയാസിൽ നമ്മൾ ബൈ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 1:2 കിട്ടിയ ട്രേഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ള എൻട്രിയും എക്സിറ്റും കാര്യങ്ങളും നമുക്ക് ഇവിടെ കിട്ടി. അതിനുശേഷം അത്യാവശ്യം പ്രൈസ് അപ് സൈഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു.
ഫ്രൈഡേ ഒരു പ്രോപ്പർ ആയിട്ട് സെറ്റപ്പോ കാര്യങ്ങളോ ഒന്നും യൂറോയിൽ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ട്രേഡ് ഓപ്പർച്യൂണിറ്റീസോ കാര്യങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കുറച്ച് ട്രേഡ് എടുത്തിട്ടുള്ളൂ. ഒരു ടിപി, ഒരു എസ്എൽ, ഒരു ബ്രേക്ക് ഈവൻ, ഒരു ടിപി. 2 ടിപിയും ഒരു എസ്എൽ, ഒരു ബ്രേക്ക് എന്നുള്ള രീതിയിലാണ്. ഇനി എക്സൈലിലേക്ക് പോവാം. എക്സൈൽ 1 ഹവറിലാണ് എക്സിക്യൂഷൻ. അത്യാവശ്യം ടൈം എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല വിൻ റേറ്റും കാര്യങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ സ്ട്രാറ്റജീസും കാര്യങ്ങളെല്ലാം ഞാൻ അതിൽ ആഡ് ഓൺ ചെയ്യുന്നുണ്ട് നമ്മുടെ ക്ലാസ്സസിലേക്ക്. ഞാൻ എക്സൈൽ നോർമലി ട്രേഡ് ചെയ്യാത്ത ഒരാളായിരുന്നു. ബട്ട് ഇപ്പൊ ഞാൻ 1 ഹവർ ബേസ് ചെയ്തിട്ട് ട്രേഡും കാര്യങ്ങളെല്ലാം ഇവിടെ ഞാൻ എടുക്കുന്ന ട്രേഡ്സ് അതേപോലെ പി&എൽ കാര്യങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. എടുക്കുന്ന ട്രേഡ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. എക്സൈൽ ഇവിടെ ഒരു ഷോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഷോട്ട് ഇവിടെയായിരുന്നു. 2 ടിപി കിട്ടി. അതിനുശേഷം വീണ്ടും ഒരു ഷോട്ട് ബ്രേക്ക് ചെയ്യാൻ പോയി. തേർഡ് ഒരു ബൈയിങ് ആയിരുന്നു. ക്ലീൻ ബൈയിങ്. ഡേയുടെ ലോയില് ബൈ ചെയ്തു. ഡേയിലെ ഹൈയില് നമ്മൾ കൊടുത്തു മാറിയിട്ടുണ്ട്. 1 ഹവർ ക്യാൻഡിലാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഓൾമോസ്റ്റ് പിപ്പ് നോക്കുക നിങ്ങൾ. ഓൾമോസ്റ്റ് 800 പിപ്പ് നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കുക എത്ര പിപ്പാണുള്ളത്. 500 പിപ്പ്, 500 പിപ്പ്. ഇവിടെ ഓൾമോസ്റ്റ് ഒരു ബ്രേക്ക് ഈവൻ ട്രേഡ് ആയിരുന്നു. ഇവിടെ നമുക്കൊരു എസ് എൽ ട്രേഡ് ആയിരുന്നു. ഓൾമോസ്റ്റ് ഒരു 500 പിപ്പ് എസ് എൽ ആയിരുന്നു. ഓൾമോസ്റ്റ് നമ്മൾ നോക്കലാണെങ്കിൽ അത്യാവശ്യം പിപ്പ് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ട്രേഡില്. നിങ്ങൾ ക്വാണ്ടിറ്റി ബേസ് ചെയ്ത് നോക്കലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സൈൽ ഇനിയും വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ആ ഒരു സെയിം നമ്മുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റി തന്നെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടാവും. ഈ ഒരു ട്രേഡ് ഞാൻ കാണിച്ചു തരാം. എൻട്രി എടുക്കുന്നതിന് മുമ്പുള്ള ഒരു ട്രേഡ് കാണിച്ചു തരാം. ഓക്കെ, ഈ ഒരു ഏരിയാസിലായിരുന്നു എൻട്രി എക്സിക്യൂഷൻ ഉണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ഈ ഒരു രീതിയിലായിരുന്നു നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നല്ല ക്ലീൻ ട്രേഡ് ആയിരുന്നു. എൻട്രി പ്രൈസ് 4035, എക്സിറ്റ് 4110 നമ്മൾ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇത് ഇന്നലെ എടുത്ത ട്രേഡാണ്. ഇന്നലെ നമുക്ക് ഇവിടെ ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എസ്.എൽ ഈ ഒരു ലോയിലായിരുന്നു കൊടുത്തിട്ടുണ്ടായത്. എങ്കിലും ഈ ഒരു വീക്ക് നോക്കലാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് പ്രോഫിറ്റും കാര്യങ്ങളെല്ലാം ഗെയിൻ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. കുറച്ച് എനർജി ഡൗൺ ഉണ്ട്. ഞാൻ പനിയെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം വന്നേ ഉള്ളൂ. നല്ല ചുമയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്ന് ഡൗൺ ആയില്ല. അതുകൊണ്ടാണ് വീഡിയോ കാര്യങ്ങളെല്ലാം മേക്ക് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കുറെ വീഡിയോസും കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് അതുകൊണ്ട് ആ ഒരു ട്രേഡ് അപ്ഡേറ്റ്സും നമ്മുടെ ആ ഒരു ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തതെല്ലാം നിങ്ങൾ എന്തായാലും ആ ഒരു ക്ലാസും കാര്യങ്ങളും പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ലൂട്ട് 1000 എന്നുള്ള ആ ഒരു കോഡ് യൂസ് ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക. നമ്മുടെ ആ ഒരു പുതിയൊരു സീരീസും കാര്യങ്ങളെല്ലാം കോഴ്സ് എന്നുള്ള രീതിയിൽ യൂട്യൂബിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ആയിട്ടുണ്ട്. ഈ ഒരു പനിയും കാര്യങ്ങളെല്ലാം വന്നുകൊണ്ടാണ്. എന്തായാലും കുറച്ച് എനർജിയും കാര്യങ്ങളും റെഡി ആയതിനു ശേഷം ഞാൻ ആ ഒരു കാര്യം കൂടി കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിൽ കമന്റ് ബോക്സിൽ ചോദിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതേപോലെ തന്നെ എന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് അവിടെ പോയിട്ട് മെസ്സേജും കാര്യങ്ങളും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളും ചോദിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പൊ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണാം. ജസ്റ്റ് ആ ഒരു ട്രേഡ് അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു ആപ്ലിക്കേഷൻ ലോഞ്ച് ഞാൻ എല്ലാവരും ചെയ്യണം എന്ന് വിചാരിച്ചാണ്. പക്ഷെ കുറെ ആയി ലോഞ്ച് ആയിട്ട് അവിടെ കിടക്കണത്. ഇനിയിപ്പോ iOS-നും കൂടി വന്നിട്ട് അവര് ഗീവ് അവേ എന്നുള്ള രീതിയിൽ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മുന്നേ ആ ഒരു ലൈവിൽ വന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു ഗീവ് അവേ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഒരു ഫണ്ടിങ്സിന്റെ 2-3 അക്കൗണ്ടുകൾ എന്തായാലും ലൈവിൽ നമ്മൾ കൊടുക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.